ബേഹദ് കി ദാദാജി, ബേഹദ് കി മാതാജി, കോടി കോടി പ്രണാമം. ഇന്നത്തെ വിഷയമാണ് മെഹർ ലോകം. ഇത് സ്വർഗലോകത്തിൻ്റെ മേലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ആദ്യം ഭൂലോകത്തെക്കുറിച്ച്, അതായത് ഭൂമിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഭുവർലോകം, അതായത് പിതൃലോകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിതൃലോകത്തിന് മേലെ സ്വർഗലോകത്തെക്കുറിച്ചും പറഞ്ഞിരുന്നു. അതിനു മേലെയാണ് മെഹർ ലോകം. അതിനെക്കുറിച്ച് നമ്മൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് ബാബുജി എന്താണ് പറഞ്ഞു തന്നിരിക്കുന്നത് എന്ന് നോക്കാം. മെഹർ ലോകത്തിൽ ആത്മാക്കൾ സ്വർഗലോകത്തെ പോലെ ഭോഗികൾ അല്ല. ഈ ലോകത്തിൽ ആത്മാക്കൾ ജ്ഞാനികൾ ആണ്. ദേവീ ദേവതയേക്കാളും കൂടുതൽ മഹാജ്ഞാനികൾ ആയിരിക്കും മെഹർ ലോകത്തിലെ ആത്മാക്കൾ. ഏതെല്ലാം ആത്മാക്കൾ അറിയാം? സ്വർഗലോകം ഭോഗി ലോകം ആണെന്ന്, അവിടെ ആത്മാക്കൾക്ക് ക്ഷീണം സംഭവിക്കുന്നു എന്നറിയുന്ന ആത്മാക്കൾ മെഹർ ലോകത്തേക്ക് പോകുന്നു. സ്വർഗലോകത്തിൽ ഇരുന്നാൽ ആ മഹാമായയിൽപ്പെട്ടാൽ നമ്മൾക്ക് മേലെയുള്ള ഡൈമെൻഷനിലേക്ക് പോകാൻ സാധ്യമല്ല എന്ന് കരുതി ജ്ഞാനിയായ ആത്മാക്കൾ മെഹർ ലോകത്തിലേക്ക് പോകുന്നു. ഇവിടെ ശരീരം നല്ല ജ്ഞാനികളുടെ ഇതാണ്. ഇവിടുത്തെ ആത്മാക്കൾ ഓരോരോ ഗ്രൂപ്പ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ ഒരുമിച്ച് ആത്മാക്കൾ പുരുഷാർത്ഥം ചെയ്യുന്നു. ഒരുമിച്ചിട്ടാണ് അവിടെ പുരുഷാർത്ഥം ചെയ്യുക. ഒരു ഗോളയിൽ ആണ് ഇരുന്നു കൊണ്ടാണ് അവർ പുരുഷാർത്ഥം ചെയ്യുന്നത്. അതുപോലെ ഒരുമിച്ച് ആത്മാക്കൾ പുരുഷാർത്ഥം ചെയ്യുന്നു. ഈ ആത്മാക്കൾക്ക് ബ്രഹ്മാണ്ടത്തിൽ വരാൻ പോകുന്ന പ്രളയത്തെക്കുറിച്ച് അറിയാൻ സാധിക്കും. എന്തൊക്കെ പ്രളയമാണ് ഉള്ളത് അതെല്ലാം ഈ ആത്മാക്കൾക്ക് പെട്ടെന്ന് അറിയാൻ സാധിക്കും. ഇവിടേക്ക് ഗാലക്സി മുതലായ ബ്രഹ്മാണ്ടത്തിൽ നിന്ന് ആത്മാക്കൾ വന്നുകൊണ്ടിരിക്കും ഈ മെഹർ ലോകത്തിലേക്ക്. ഗാലക്സി, യൂണിവേഴ്സ്, അങ്ങനെയുള്ള അവിടുത്തെ ആത്മാക്കൾ മെഹർ ലോകത്തിൽ വന്നുകൊണ്ടേയിരിക്കും. മെഹർ ലോകത്തിലും അനന്ത ലെയർ ഉണ്ട്. ഒരു ലോകത്തിൽ ഒരു ലെയർ മാത്രമല്ല ഉണ്ടായിരിക്കുന്നത്, അനേകം ലെയർ ഉണ്ട് എന്നറിയണം ആദ്യം. ഈ ലെയറിൽ വേറെ സമയമാണ്. ഓരോ ലെയറിലും വേറെ സമയമാണ്. മെഹർ ലോകം 1 കോടി യോജൻ, അതായത് 10 കോടി കിലോമീറ്റർ ആണ് അതിൻ്റെ വിസ്തീർണം. മെഹർ ലോകത്തിൽ 3 തത്വത്തിൻ്റെ ദുനിയ ആണ് ഉള്ളത്. അതായത് സൂക്ഷ്മ ദുനിയ, ആകാശം, വായു, അഗ്നി ഇവയുടെ ലോകമാണ്. അതായത് സൂക്ഷ്മ ശരീരം. ഇവിടുത്തെ സൂക്ഷ്മ ദുനിയ സ്വർഗലോകത്തേക്കാളും പവിത്രമാണ്, പവറുള്ളതാണ്. ഇവിടെ ഭോഗിയുടെ അണു ഇല്ല. അതിനാൽ ആത്മാക്കൾ മേലെ ലോകത്തേക്ക് പോകാൻ വേണ്ടി പുരുഷാർത്ഥം ചെയ്യുന്നു. ഇവിടെ ഒരിക്കലും ഭോഗി ലോകമല്ല സ്വർഗത്തെ പോലെ. ഇവിടെ ധർമ്മഗുരുക്കൾ ഇരുന്ന് അവർ മേലെ ലോകത്തേക്ക് പോകാനുള്ള വിധി എന്താണെന്ന് ഇവിടുത്തെ ആത്മാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും ഇവിടെ പുരുഷാർത്ഥം ചെയ്ത് മേലെ ലോകത്തിലോട്ട് പോകുകയും ചെയ്യുന്നു. മെഹർ ലോകത്തിൽ ഋഷിയെ പോലെയാണ് ആത്മാക്കൾ ഇവിടെ കഴിയുന്നത്. സ്ത്രീ പുരുഷൻ സുഹൃത്തുക്കളുടെ രൂപത്തിലാണ് ഇവിടെ താമസിക്കുന്നത്. അവിടെ അല്ലാതെ ഭോഗിയായിട്ടല്ല താമസിക്കുന്നത്. അവർക്ക് ഒരു ചിന്തയുമില്ല
അവർക്ക് പുരുഷാർത്ഥം ചെയ്ത് മേലെ ഡയമെൻഷനിലോട്ട് പോകണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഭോഗിയായിട്ടല്ല അവർ ഇരിക്കുന്നത്. ഇവിടുത്തെ ആത്മാക്കൾ ഭോഗി അല്ല. എല്ലാവരും കൂടിയാണ് തപസ് ചെയ്യുന്നത്. അതാണ് മെഹർ ലോകത്തിൻ്റെ പ്രത്യേകത. സ്വർഗലോകത്തേക്കാളും നല്ല ആത്മാക്കളാണ് മെഹർ ലോകത്തിലേക്ക് ഇരിക്കുന്നത്. അവിടെ ധർമ്മഗുരുക്കൾ പറഞ്ഞു കൊടുത്ത് പുരുഷാർത്ഥം ചെയ്താൽ ഓരോ ലെയറായിട്ടും മാത്രമേ അവർക്ക് മേലെ ലോകത്തോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പെട്ടെന്ന് നമ്മൾക്ക് ചിന്തിക്കുന്ന പോലെ പോകാൻ സാധിക്കുന്നതല്ല. നമ്മൾക്കിപ്പോൾ മെഹർ ലോകത്തിരുന്നു കൊണ്ട് ശിവഭഗവാനിൽ ലയിക്കണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. കാരണം മെഹർ ലോകത്തിൽ ഒരുപാട് ലെയറുകളുണ്ട്. അതിൽ ഒരു പ്രാവശ്യം തപസ് ചെയ്ത് ഒരു ലെയർ ക്രോസ് ചെയ്യണം. പിന്നെ അവിടെ നിന്ന് തപസ് ചെയ്ത് വേറെ ലെയർ ക്രോസ് ചെയ്യണം. അങ്ങനെ ഒരുപാട് കടമ്പകൾ ഉണ്ട്. അതാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പറയുന്നത് പുരുഷാർത്ഥം ചെയ്യുക. ഇവിടെ പുരുഷാർത്ഥം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്തേക്ക് ഒരു സെക്കൻഡിൽ പോകുന്നതായിരിക്കും. അല്ലാതെ മൂന്ന് തത്വമുള്ള ഈ സൂക്ഷ്മ ദുനിയയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പുരുഷാർത്ഥം ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് തെറ്റുകൾ ചെയ്യുകയും പാപങ്ങളും ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്ക് മേലെ ഡയമെൻഷനിലോട്ട് പോകാൻ സാധ്യമല്ല. ആധ്യാത്മികത്തിൽ പോകുന്നവരെ നിഷ്ക്രിയ ജീവികൾ ആയിട്ടാണ് ഈ ഭൂമിയിലുള്ള മനുഷ്യന്മാർ കരുതുന്നത്. പക്ഷേ നിങ്ങൾ അറിയുന്നില്ല ഇതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന്. നിങ്ങൾക്ക് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയില്ല. പക്ഷെ പിന്നീട് വയസ്സാകുമ്പോൾ ദേഹം വെടിയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഞാൻ എന്തു ചെയ്തു എന്ന്. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുക നിങ്ങൾ ജീവിതത്തിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന്. പിന്നെ ജനന മരണ ചക്രത്തിൽ പെടുക, അല്ലെങ്കിൽ കർമ്മത്തിനനുസരിച്ചിട്ട് ഭൂതപ്രേത പിശാച് യോനിയിൽപ്പെട്ടാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും മുക്തി കിട്ടുകയില്ല. കാരണം പ്രേത യോനി എന്ന് പറഞ്ഞാൽ അവിടെ ആസക്തി, ഒരുപാട് ദ്രോഹ കർമ്മങ്ങൾ ചെയ്ത അവർക്കാണ് ഭൂതപ്രേത പിശാചുക്കളായിട്ട് ജന്മമെടുക്കുന്നത്, ആ യോനിയിലോട്ട് പ്രവേശിക്കുന്നത്. അവിടെ നിന്ന് ഒരിക്കലും മുക്തി വേണം എന്ന് ചിന്തിക്കുക പോലും ചെയ്യുകയില്ല. പിന്നെങ്ങനെ പുരുഷാർത്ഥം ചെയ്യും? അതാണ് പ്രേതയോനി എന്ന് പറയുന്നത്. പ്രേതയോനി ചിലവർ പറയും ഭൂതപ്രേത പിശാചുക്കൾ ഒന്നും ഇല്ല എന്ന്. അങ്ങനെയില്ല, എല്ലാ സംഭവവും ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകില്ല, പിന്നീട് മനസ്സിലാകും. ദേഹം വെടിയുമ്പോൾ നിങ്ങൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും. അതിനാൽ പുരുഷാർത്ഥം ചെയ്ത് മേലെ ലോകത്തോട്ട് പോവുക, മേലെ ഡയമെൻഷനിലോട്ട് പോവുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നാളത്തെ വീഡിയോ കാണാം. വീഡിയോ ഒരുപാട് നീണ്ടു പോകുന്നു. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബേഹദ് കി പരം ശാന്തി.